വി.പി. അനിൽ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ് അനിൽ. കൂടാതെ 38 അംഗ ജില്ലാ കമ്മിറ്റിയിൽ വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകാനും ജില്ലാ സമ്മേളനത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, മലപ്പുറം CPMന് പുതിയ നേതൃത്വം വരികയാണ്. ഒപ്പം ഈ യുവാക്കൾക്കും സ്ത്രീകൾക്കും വലിയ പ്രാതിനിധ്യം മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം സമ്മേളനത്തിന് മുമ്പേ ഉയർന്നതാണ്. അതൊക്കെ പരിഹരിക്കപ്പെട്ടോ? തീർച്ചയായും അത്തരത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ പുതിയ നേതൃത്വം എത്തിയിരിക്കുകയാണ്. CPMനെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ നിർണായകം തന്നെയാണ്. കാരണം നിലവിലുള്ള ജില്ലാ നേതൃത്വത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മലപ്പുറം ജില്ലയിൽ ഉയർന്നു വരുന്ന വർഗീയതയ്ക്കെതിരെ കൃത്യമായി പോരാടാൻ കഴിയുന്നില്ല. ന്യൂനപക്ഷ വർഗീയത വലിയ രീതിയിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ വലിയ രീതിയിൽ തന്നെ വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ ശക്തി ആർജിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇതിനെ തടയിടാൻ നിലവിലുള്ള ജില്ലാ നേതൃത്വത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 3 ദിവസമായി നടന്ന ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിരുന്നു. പ്രതിനിധികൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം പാർട്ടിയിൽ കുറവാണ്. വനിതകൾക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് വനിതകളെ പരിഗണിക്കുന്നില്ല. അതോടൊപ്പം യുവാക്കൾ പാർട്ടിയിൽ കുറയുന്നു. നിലവിലുള്ള യുവാക്കളെ പോലും നിലനിർത്താൻ നിലവിലുള്ള ജില്ലാ നേതൃത്വത്തിന് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കൾക്ക് അടക്കം പാർട്ടിയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ല. അവർക്ക് പാർട്ടിയുടെ ആശയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ല. ഏതെങ്കിലും തരത്തിൽ മറുപടി പറയാനോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിൽ അടക്കം അവർക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആശയ ദാരിദ്ര്യം നിലവിലുള്ള പ്രാദേശിക നേതാക്കൾക്കും മറ്റു നേതാക്കൾക്കും അടക്കമുണ്ട്. അതുകൊണ്ട് പാർട്ടി ക്ലാസുകൾ കൃത്യമായി സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളെല്ലാം തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ 2 ടേം മാത്രം പൂർത്തിയാക്കിയ EN മോഹൻദാസിനെ മാറ്റിയത്. അദ്ദേഹത്തിന് ഒരു തവണ കൂടി അവസരം ഉണ്ടായിരുന്നു. 3 തവണ പാർട്ടി ജില്ലാ അധ്യക്ഷനാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ 2 തവണ മാത്രമാണ് ഇപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്, അല്ലെങ്കിൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നത്. അതിനുശേഷം ഇപ്പോൾ VP അനിലാണ് നിലവിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ 12 പുതിയ പുതുമുഖങ്ങൾ, 38 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 12 പുതുമുഖങ്ങൾ ഉണ്ട്. അതിൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രാതിനിധ്യം കൂടുതലായി നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം കൂടുതലായി അവർക്ക് നൽകിയിട്ടുണ്ട്. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി VP അനിലിനെ തെരഞ്ഞെടുത്തു. പുതിയ നേതൃത്വമാണ് മലപ്പുറം CPMന്റെ ജില്ലാ കമ്മിറ്റിക്ക് വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് ശിവദാസ് പങ്കുവച്ചത്.